പോരെ ഇന്ന് തൃശ്ശൂർ പൂരമാണ്. ആ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ലോഡ്ജിൽ നിന്നുള്ള ഒരു രംഗമാണ്. നമ്മുടെ കുറുപ്പൻ റോഡ് ഒമേഗ എന്ന് പറയുന്ന ഇതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ യുവ ചെറുപ്പക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട്. ഇതൊരു വീഡിയോ എടുത്ത് ആരെയും വേദനിപ്പിക്കാനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇതൊക്കെ കാണുന്ന പേരൻസിന്, ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ നാളെ അവരുടെ കൈകളിലെത്തുമ്പോൾ അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥർ ആളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം. നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. പക്ഷേ നമ്മുടെ നാട് വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം. നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ആപത്താണ് ഉണ്ടാവുന്നത്. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി മതിമറന്ന് ഉല്ലസിച്ചിട്ടാണ് ഓരോ ആളുകൾ ഓരോന്ന് ചെയ്യുന്നത്. പെൺകുട്ടികളാണ്, ആൺകുട്ടികൾ പല കാര്യങ്ങളാണ് ആ പെൺകുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് വീട്ടില് മക്കള്. നമുക്ക് വേദന തോന്നുകയാണ് ഇതൊക്കെ കാണുന്ന സമയത്ത്. പക്ഷെ നമ്മൾ നിസ്സഹായമായിട്ട് വീഡിയോ എടുക്കുകയാണ്. പക്ഷെ അവരെ ഇതിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയിൽ കത്തിയും പിച്ചാത്തി പല കാര്യങ്ങളും കയറും. പക്ഷേ ഈ വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അധികാരികളായ ആളുകൾ നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാജേഷ് നാഥൻ എന്ന് പറയുന്ന ചാനലിൽ വന്നാണ് പുള്ളി തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയ്ക്ക് കണ്ട കാഴ്ചയെടുത്ത് വേറിട്ട കാഴ്ചകൾ എന്നും പറഞ്ഞൊരു രീതി ഉണ്ടല്ലോ. അങ്ങനെ വേറിട്ട കാഴ്ചകളുണ്ട്. ഇത് എത്ര വേറിട്ടാണോ എന്ന് വെച്ചാൽ ഇതിപ്പോൾ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇതിപ്പോൾ എടുത്തിട്ടുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വരുമെന്നോ അല്ലെ നമ്മൾ കുറേ പേര് കമൻ്റ് ഇട്ടാലോ നമ്മൾ കുറേ പേര് സംസാരിച്ചാലൊക്കെ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ യുവതലമുറ വേറൊരു രീതിയിലേക്കും പൊക്കോണ്ടേയിരിക്കുകയാണ്. പക്ഷേ അത് അവരെ അവിടെ മാറ്റി നിർത്താം. അവരെ ഉപദേശിച്ച് നന്നാക്കാനോ, ഉപദേശം ഇഷ്ടമില്ലാത്തൊരു പ്രായമാണത്. അവരെ ഉപദേശിച്ച് നന്നാക്കാനോ ഇതിനൊന്നും പോകണ്ട. ഈ സ്റ്റാമ്പ്, MDMA, കഞ്ചാവ് ഇതെല്ലാം അവർ ആരാധിക്കുന്ന ആൾക്കാർ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പിറേഷനൊക്കെ അവർക്കുണ്ട്. ഇതിൻ്റെ അകത്ത് ഉപദേശിക്കേണ്ട ആരെയാണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളെ. ഈ പ്രായത്തിലുള്ള കൗമാരക്കാരായ പിള്ളേരുടെ മാതാപിതാക്കൾ അവരുടെ തലമുറയിലെ അവരുടെ കണ്ണിലൂടെയാണ് അവർ ലോകം കാണുന്നത്. അവരുടെ തലമുറയിൽ ഒരു പെണ്ണിനെ ഒരു ചെറുക്കന് ഇഷ്ടപ്പെട്ട അവനതൊന്ന് പറയാൻ പോലുള്ള ധൈര്യമില്ല. അവനത് വർഷങ്ങളോളം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. ഒരു പെണ്ണിനെ ഒരു ചെറുക്കനെ ഇഷ്ടപ്പെട്ട അത് ഒരു കാലത്തും പറയാനും പോകുന്നില്ല. ചിലരൊക്കെ പറയും, വ്യത്യസ്തമായിട്ടുള്ളവരുണ്ടാവാം. ഇങ്ങനെ ഒരു പ്രണയം പോലും തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത, ഒന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത, അല്ലെങ്കിൽ ഇനി അഥവാ ലവേഴ്സ് ആയാൽ തന്നെ തൊട്ടടുത്ത് തിയേറ്റർ ഉണ്ടായാൽ പോലും ഒരു സിനിമയ്ക്ക് പോകാൻ പോലും പേടിയുള്ള അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു വന്ന മാതാപിതാക്കളാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ കൗമാരക്കാരുടെ അമ്മയും അച്ഛനുമായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ കണ്ണിലൂടെയാണ് ലോകം കാണുന്നത്. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതാണ് ഈ തലമുറകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ പിള്ളേർ ഈ വാട്സാപ്പ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് തോന്നിയാൽ അപ്പം തന്നെ ഇഷ്ടമാണെന്ന് പറയുക. അടുത്ത സ്റ്റെപ്പ് കൂടെ കിടക്കണമെന്നാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് കൂടെ കിടക്കണമെന്ന് ആവശ്യപ്പെടുക. തയ്യാറാകുന്ന അപ്പം തന്നെ തയ്യാറാകുക, പോകും. ഇങ്ങനെയൊക്കെ ചില സൈഡ് എഫക്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. എല്ലാവരെയും ആയിട്ടല്ല പറയുന്നത്. ഇതൊന്നും അല്ലാതെ നന്നായിട്ട് ജീവിച്ച് പോകുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ ഇവിടെ ഉപദേശിക്കാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. നമ്മുടെ അച്ഛൻ ഒരു സൈഡിൽ, അമ്മ മറു സൈഡിൽ, നടുക്കി കൊച്ച്. ഇങ്ങനെയൊക്കെ ആയിരിക്കും പല വീട്ടിലും. കാരണം അണുകുടുംബങ്ങളാണ്. 2 പിള്ളേരെ കാണുള്ളൂ, ചിലപ്പോൾ ഒരു കൊച്ചേ കാണുള്ളൂ. ഇങ്ങനെയൊക്കെ ഓമനിച്ച് വളർത്തുന്ന പിള്ളേരാണ്. ഈ പിള്ളേരെ പറ്റി നമ്മുടെ തൊട്ട അയൽക്കത്തുള്ള ഒരാൾ വന്ന് നമ്മളോട് പറയാം, എൻ്റെ മോൻ ഇന്നലെ ബാറിൽ നിന്നിറങ്ങുന്ന ഞാൻ ടൗണിൽ പോയപ്പോൾ കണ്ടായിരുന്നു പറയാം. അപ്പം തന്നെ നമുക്ക് അവനെ തല്ലിക്കൊല്ലാനുള്ള കലിപ്പാണ്. എൻ്റെ കൊച്ചിനോടല്ല അവൻ്റെ ഒരു അസൂയ എന്നും പറഞ്ഞ് അങ്ങോട്ട് അങ്ങ് എഴുത്തള്ളും. അവിടെ ആ എഴുത്തള്ളിക്കോ, നിങ്ങൾ എഴുത്തള്ളിക്കോ, അത് അസൂയ മൂത്ത് പറയുന്നൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ സമ്മതിച്ചു പൊക്കും. പക്ഷേങ്കിൽ അത് അയാൾ ആ അയൽക്കാരനറിയാതെയും ഈ കൊച്ചറിയാതെയും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചിരിക്കണം. അല്ലാതെ സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ മാത്രം മക്കളെ കാണരുത്. ആ കാണുന്നത് അങ്ങ് നീക്കി വെക്കണം. ഞാൻ ഒത്തിരി വീഡിയോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോഴും നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ
പഠിക്കാൻ വന്ന പിള്ളേർ ക്ലാസ് കഴിയുമ്പോഴത്തേന് കിറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇടവഴികളിലേക്ക് കയറും. ഇവിടെയൊക്കെ ഇടവഴികളുണ്ട് ഇഷ്ടംപോലെ. എറണാകുളത്താകട്ടോ ഈ ടൈൽസ് പാകിയ ഇടവഴിയാണ്. 3-4 ആൺപിള്ളേരും 2-3 പെൺപിള്ളേരും ഒക്കെ ആയിട്ട് നിൽക്കും. എന്നിട്ട് നിലത്ത് കിടന്ന് എഴയുകയാണ് ചെയ്യുന്നത് പെൺകുട്ടികൾ. എന്തൊക്കെയോ അടിച്ച് കയറ്റിയിട്ടുണ്ട്, തലയൊന്നും നേരെ നിൽക്കുന്നില്ല, എഴയുക, തുണിയും അതും ഇതും ഒക്കെ മാറിക്കിടക്കുക. ഇതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ല, എൻ്റെ അടുത്ത ഒരു ചേച്ചി അവളെ ഒരു പെൺകൊച്ചിനെ എല്ലാം അറിയാം അവർക്ക്, എന്നാലും അവർ ചുമ്മാ ഉപദേശിച്ചു, മോളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞില്ലേ, വീട്ടിൽ പോകണ്ടേ, സമയം 6:30 കഴിഞ്ഞല്ലോ എന്ന്. അപ്പോൾ ആ കൊച്ചിന് ബോധമൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴേ അവൾ തിരിച്ചു ചോദിച്ചത്, ചേച്ചി ഞാൻ ചേച്ചിയുടെ വീട്ടിലാണോ കിടക്കുന്നതായി ചോദിച്ചത്. അപ്പോൾ അവൾക്ക് അത്രയും ബോധമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കാര്യം പോയി നോക്ക് തള്ളേന്നാണ് അവൾ പറഞ്ഞത്. അവൾ അത്ര ഇതായിട്ട് കിടക്കുന്നത് എന്താ വെച്ചാൽ ഈ കാര്യം അവളുടെ വീട്ടിലറിയാൻ പോകുന്നില്ല. അവളുടെ വീട് ഉണ്ടെങ്കിൽ പാലക്കാട്, ഇടുക്കി, മറ്റേ മലപ്പുറം ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്ന്, എറണാകുളത്ത് വന്ന് പല കോഴ്സ് വിദേശത്ത് പോകാനൊക്കെ ആയിട്ട് പഠിക്കാനൊക്കെ വന്നിരിക്കുന്ന പിള്ളേർ ചിലർ കാട്ടിക്കൂട്ടുന്നു. ഇത് അവിടെ വീട്ടിലെത്താൻ വഴിയില്ല. വീട്ടിലെത്തുമ്പോഴത്തേന് അവരുടെ അരുമ സന്താനം, അവരുടെ എട്ടും പൊട്ടും തിരിയാത്ത സന്താനം, ഈ ലോകമേ എന്താണെന്നറിയാൻ മേലാത്ത സന്താനമായിട്ട് അങ്ങ് അഭിനയിക്കും. ഓസ്കാർ അഭിനയം അങ്ങ് കാഴ്ചവെച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് അച്ഛനെ കെട്ടിപ്പിടിച്ച് യാത്ര ഇങ്ങോട്ട് എറണാകുളത്തിന് പോരുമ്പോൾ ഒരു കരച്ചിലും പാസ്സാക്കി ഇങ്ങനെ എല്ലാം ഇതാക്കും. അപ്പോൾ അച്ഛനമ്മമാരാണ് ഇവിടെ പഠിക്കേണ്ട കാര്യം. അതായത് തലമുറ മാറിപ്പോയി, ഇവിടുത്തെ എല്ലാ സിറ്റുവേഷനും മാറി, ഇവർ അഴുക്ക് ചാലിക്കൂടെ ഒഴുകാനുള്ള ചാൻസ് കൂടെ. ഈ MDMA ഒക്കെ കഴിച്ചാൽ തലച്ചോറും പോയി അധികകാലം ജീവിച്ചിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കോളേജുകളിൽ ശരിക്കും നല്ലപോലെ പഠിക്കുന്ന ചില പിള്ളേർ, ചില അതിശയ വാർത്ത കേട്ടിട്ടുണ്ട്. അവരിത് ഉപയോഗിക്കുന്നുമില്ല, എന്നാൽ അവരിത് വിൽപ്പന നടത്തുന്നുണ്ട്. അവർ വിൽപ്പന നടത്തി അവർ ബൈക്ക് മേടിക്കുക, അവർ മൊബൈൽ ഫോൺ, ഐഫോൺ മേടിക്കുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട് കൂടെ പഠിക്കുന്ന പിള്ളേർ. ഇത് നേരത്തെ സിനിമയെ കണ്ടിട്ടുണ്ട്, പക്ഷേ അത് വലിയൊരു അധോലോകം പോലെ. ഇത് അങ്ങനെ അധോലോകമൊന്നുമല്ല, കൂളായിട്ട് കൂൾ മൈൻഡിൽ അവനിത് വിൽപ്പന നടത്തുന്നു, ആവശ്യമുള്ള കൂട്ടുകാർ മേടിക്കുന്നു, അവൻ ഉപയോഗിക്കുന്നൊന്നുമില്ല, അവൻ ക്ലാസ്സിൽ വരുന്നു, നല്ലപോലെ പഠിക്കുന്നു, പരീക്ഷ എഴുതി. ഇങ്ങനെയൊക്കെ നമ്മുടെ കോളേജുകൾ ഇപ്പം നടക്കുന്നുണ്ട്. വിദേശത്തുള്ളവർ കേരളത്തിൽ കഞ്ചാവ് ഉപയോഗിക്കാത്ത കോളേജ് ഏതാ അവിടെ കൊണ്ട് ചേർക്കണമെന്നൊക്കെ പറഞ്ഞാൽ വിദേശത്തു നിന്ന് വരുന്ന ചിലർ. കാരണം അവിടെ +2 കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ വേണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവാണ്. അപ്പോൾ എന്നാൽ ഇവിടെ ഡിഗ്രിക്ക് കൊണ്ട് വിട്ടാൽ അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അങ്ങോട്ട് വീണ്ടും വിദേശത്തേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് വരുന്ന ചിലരുണ്ട്. ഇവിടെ കേരളം മൊത്തം അന്വേഷിക്കും കഞ്ചാവും MDMA ഉപയോഗിക്കാത്ത സ്ഥലം ഒരിടവും ഇല്ല, എല്ലായിടത്തും ഉണ്ട്. ഇനി ആകെ നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും കൂട്ടി വളർത്തുന്ന പിള്ളേരെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, നമ്മൾ അവരെ അതുപോലെ ഉപദേശിച്ച് വിടുക. ഒറ്റ കാരണവശാലും അതിലൊന്ന് തൊടാനോ, ഒരു കൂട്ടുകാരൻ വന്നിട്ട് നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, വേണ്ട എനിക്ക് വേണ്ട, എനിക്കത് ഇഷ്ടമില്ല, നിനക്ക് എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കല്ലേ, നിനക്ക് ഇതല്ലേ, അങ്ങനെയൊക്കെ വീക്ക് പോയിൻ്റ് കയറി പിടിക്കും പിള്ളേർ. അല്ലെങ്കിൽ പിള്ളേർ ചെയ്യുന്ന എന്താ കാര്യം എന്ന് പറയും, ഇവർ ഈ വലിക്കാത്തതും ഇങ്ങനെയുള്ള ഉപയോഗിക്കാത്ത പിള്ളേരുണ്ടല്ലോ, ആ പിള്ളേരെ ഒറ്റപ്പെടുത്തും. ബാക്കിയുള്ളവർ ഇങ്ങനെ വെള്ളം അടിക്കുക, കഞ്ചാവ് അടിക്കുക, MDMA സ്റ്റാമ്പൊക്കെ ഉപയോഗിക്കുന്ന പിള്ളേർ ഓരോരോ ഗ്യാങ്ങായിട്ട് 6-7 പിള്ളേരായിട്ട് അങ്ങ് നീങ്ങുമ്പം ഇതൊന്നും ചെയ്യാത്ത പിള്ളേരെ ഇവർ അടുപ്പിക്കുന്നില്ല. ഇപ്പം ഇവരൊരു വീക്കെൻഡ് ടൂർ പോവുമോ, ഇവരെപ്പോഴും ഇത് അടിച്ചുകൊണ്ടിരിക്കുകയല്ലല്ലോ, അവർ നോർമലായിട്ടുള്ളതുണ്ട്, ടൂർ പോവുക അല്ലെ ബീച്ചിൽ പോകുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കഞ്ചാവ് അടിക്കാതെ ഇങ്ങനെ നടക്കുന്ന പിള്ളേരെ ഇവർ കൂടെ കൂട്ടുകയല്ല. ഇനി കോളേജിൽ നിന്ന് ഒരു ടൂർ പോകുമ്പോഴാണെങ്കിലും ഈ പിള്ളേർക്ക് കൂടെ പോകണമെങ്കിൽ ഒരു കമ്പനി ഇല്ലാതെ വരും, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അങ്ങോട്ടൊന്ന് ചാഞ്ഞെന്നിരിക്കും. ഇതിനെല്ലാം മറികടക്കാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, സ്നേഹം കൊണ്ട് പിള്ളേരെ, അച്ഛനമ്മമാരെ എങ്ങനെയെങ്കിലും മറികടക്കണം. ഈ വിദ്യാഭ്യാസ കാലഘട്ടം കടന്നു പോയി കഴിഞ്ഞാൽ ആ പിള്ളേർ പിന്നെ ഇതൊന്നും ഉപയോഗിക്കണമെന്നില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രലോഭനങ്ങളാണ് ഇവർക്ക്. അതാണ് അവരെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ടീനേജ് പ്രായത്തിൽ പ്രലോഭനത്തിലേക്ക് ഇങ്ങനെ വീഴാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരു കാലഘട്ടമാണ്. ഉപദേശമോ ഇതും ഒക്കെ ആയിട്ട് ചെല്ലുന്നവരെ കൊല്ലാനുള്ള കലിപ്പ് അത് നമുക്ക് ഉണ്ടായിരുന്നു. ഉപദേശം ഇഷ്ടമില്ല, അഡ്വൈസ് നമുക്ക് ഇഷ്ടമേ അല്ല, അത് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. പക്ഷേ അഡ്വൈസ് ആണെന്ന് തോന്നാത്ത രീതിയിൽ ഉപദേശിച്ച് എങ്ങനെയും നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കണം. അല്ലേ ഇതേ ഇപ്പോൾ ഒരു ചെറുക്കൻ ഇട്ട് പിടിക്കുന്ന കണ്ടില്ലേ, ഇതുപോലെയൊക്കെ നമ്മുടെ മക്കളെ ഇട്ട് അതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ ഈ ബാംഗ്ലൂർ പഠിക്കാൻ വിടും, മദ്രാസിൽ പഠിക്കാൻ വിടും, എറണാകുളത്ത് പഠിക്കാൻ വിടും, ഇതൊക്കെ ചെയ്യുമ്പോൾ അവരറിയാതെ അവരെ ഒന്ന് വാച്ച് ചെയ്യണം. എല്ലാം കണ്ടുപിടിച്ചാൽ അത് നേരിട്ട് ചോദിക്കാതെ നല്ല ബുദ്ധിപൂർവ്വം അതൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതായത് ഇപ്പോഴത്തെ മാതാപിതാക്കൾ ഒരു ട്രെയിനിങ് തന്നെ സ്വന്തമായിട്ട് കഴിഞ്ഞ് ആ ട്രെയിനിങ് എടുക്കണം. എന്താണെന്ന് ചോദിച്ചാൽ അതുപോലെ വേണം പുതിയ തലമുറ കൈകാര്യം ചെയ്യാൻ. ചുമ്മാ ചാടിക്കയറി ദേഷ്യം വന്ന് 2 അടിയും കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ചിലപ്പോൾ ഇറങ്ങിപ്പോവും, അല്ലെ വല്ല അവിവേകവും ചെയ്യും. അതൊന്നും ചെയ്യാതെ ബുദ്ധിപൂർവ്വമായി നീക്കം ചെയ്യണം. അതേപോലെ തന്നെ ഇതുപോലത്തെ സീനുകളൊക്കെ കണ്ട് ഇവർക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇതൊന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നെന്നോർത്ത് നാണക്കേടായെന്നോർത്ത്
എവിടെ ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. വേറൊരു രീതിയിലേക്കാണ് പുതിയ തലമുറ പോകുന്നത്. അതിന് വിപരീതമായിട്ട് കുറച്ച് പേരുണ്ട്, കുറച്ച് പേരേ ഉള്ളൂ, പഴയ പോലെയല്ല. പണ്ടൊക്കെ മദ്യപിക്കുക, സിഗരറ്റ് വലിക്കുക, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ദുശീലങ്ങളായിരുന്നു. എന്നാലും അന്ന് സിഗരറ്റ് വലിച്ചവരുടെയൊക്കെ ആന്തരികവയവമൊക്കെ കുറേ എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഓരോ പരിശോധന നടത്താൻ വേറെ എന്തെങ്കിലും അസുഖത്തിനായിട്ട് പരിശോധിക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ഹാർട്ട് ട്യൂബ് പോലെയായി, വൻകുടലില്ലാത്ത അങ്ങനെ ക്യാൻസർ, ഇങ്ങനെ ക്യാൻസർ പുകവലിച്ചവർക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് വെറും സിഗരറ്റ് വലിച്ചിട്ട്. അപ്പോൾ ഇവരിവിടെ ഇരുന്ന് ഈ കഞ്ചാവ് അതുപോലെ MDMA ഇതൊക്കെ വലിക്കും. ഇവരുടെയൊക്കെ തലച്ചോറും പോയി ഇങ്ങനെ വയറെ അള്ളിപ്പിടിച്ച് കുനിഞ്ഞ് വിദേശ രാജ്യങ്ങളിലെ തെരുവുകളിൽ ബോധമില്ലാതെ ഇങ്ങനെ വളഞ്ഞു കുത്തി തെരുവോരങ്ങളിൽ ഇങ്ങനെ യുവജനങ്ങൾ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അധികം കഴിയാതെ തന്നെ കേരളത്തിൽ ആ ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. ഇപ്പം നമ്മുടെ തെരുവോരങ്ങളിലൊന്നും അങ്ങനെയൊന്നുമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേന് വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പോലത്തെ ഒരു സീൻ, അതായത് 10-25 വയസ്സുള്ള ആൺപിള്ളേരും പെൺപിള്ളേരും ഇങ്ങനെ ഒരു മയക്കുമരുന്ന് അടിച്ച് ഒരു ബോധവും ഇല്ലാതെ ഈ വഴിയുടെ ഓരങ്ങളിൽ വയറും പൊത്തിപ്പിടിച്ച് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന കാഴ്ച കാണാൻ പറ്റും. അവിടെ കാണുന്നവർ ഇവിടെ അധികം താമസിക്കാതെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിലൊരാൾ നമ്മുടെ മക്കളാവാതിരിക്കണേ, നമ്മുടെ മോനോ മോളോ ആകാതിരിക്കണമെങ്കിൽ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അതുങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ എടുത്തിട്ടോ അതുങ്ങളെ ഉപദേശിക്കാൻ പോയിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ അതുങ്ങളെ മാറ്റിയെടുക്കാനുള്ള അതായത് ഒരു മൂന്നാം കണ്ണുമായിട്ട് വേണം ഇനി മക്കളുടെ കാര്യത്തിൽ ഇരിക്കാൻ വേണ്ടി. അല്ലാതെ അവർ രാവിലെ ഇറങ്ങിപ്പോയിട്ട് അവർ വൈകിട്ട് വന്ന് പറയുന്നത് മാത്രം വെള്ളം തൊടാതെ വിഴുങ്ങിയേച്ച് പഴയ തലമുറയെ പോലെ സങ്കല്പിച്ചിരിക്കരുത്. അതേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മക്കളെ.